പറഞ്ഞിട്ടുള്ളത്. നിബന്ധനകൾ പാലിക്കാതെ സ്വീകരണ പരിപാടികൾ നടത്തി. ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു. വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തു വന്നു. ഒരു രാഷ്ട്രീയ നേതാവും തന്റെ പ്രവർത്തകർ മരിക്കണമെന്ന് ആഗ്രഹിക്കില്ല എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. கரூரில் நடந்தது பெருந்துயரம், கொடுந்துயரம். எந்த ஒரு அரசியல் கட்சி தலைவரும் தன்னோட தொண்டர்களும் அப்பாவி பொதுமக்களும் இறக்கிறத எப்பொழுதும் விரும்ப மாட்டாங்க. இந்த சம்பவத்தில் உயிரிழந்தவங்க எந்த கட்சி சார்ந்தவங்களாக இருந்தாலும் என்னை பொறுத்த வரைக்கும் அவங்க நம்மோட தமிழ் உறவுகள். അഷ്കർ അലി ചേരുന്നു വിശദ വിവരങ്ങളുമായി. അഷ്കർ, സ്റ്റാലിൻ അടക്കം ഈ നിമിഷത്തിൽ വിജയ്ക്കെതിരെ വലിയൊരു ഒളിയമ്പ് നേരിട്ട് തന്നെ പ്രത്യക്ഷമായി തന്നെ അതിൽ ഒരു ആരോപണമുണ്ട്, കടുത്ത വിമർശനമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. എഫ്ഐആറിൽ തന്നെ വിജയുടെ പേരെടുത്തുകൊണ്ട് ഗുരുതര ആരോപണങ്ങളുള്ള സമയമാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എഫ്ഐആറിൽ പറയുന്നുണ്ട്? നിലവിൽ DMK-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത വിമർശനം എന്താണ് അഷ്കർ? റോഷ്നി, എഫ്ഐആറിലാണ് അതിഗുരുതരമായ വിമർശനങ്ങൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എഫ്ഐആറിൽ വിജയും അതുപോലെ തന്നെ ഇല്ലെങ്കിൽ സംഘാടന ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കരൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ നമ്പർ 855 പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിന് പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രദർശിപ്പിക്കുന്നതും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വിമർശനം, വലിയ ആൾക്കൂട്ടത്തെ ഈ കരൂർ വേദിയിൽ എത്തിക്കാൻ വേണ്ടി 4 മണിക്കൂറോളം സമയം മനഃപൂർവ്വം വിജയ് വേദിയിലേക്ക് എത്തിക്കുന്നതിന് കരൂരിലെ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള TVK നേതാക്കൾ മനഃപൂർവ്വം ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പോലീസ് എഫ്ഐആറിലുള്ളത്. ഈ 4 മണിക്കൂർ വിജയ് വൈകിപ്പിച്ചതോടെ തന്നെ രാവിലെ മുതൽ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവർ പലരും കുഴഞ്ഞു വീണു, മണിക്കൂറുകളോളം കാത്തിരുന്ന ആളുകൾ തളർന്നു വീണു എന്നുള്ളതും പോലീസ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. 7 മണിക്കൂറോളം 12 മണിക്ക് തന്നെ വിജയ് എത്തുമെന്നുള്ള സമൂഹ മാധ്യമ പ്രചാരണങ്ങൾ TVK നടത്തിയത് കൊണ്ട് തന്നെ അതിൽ നിന്നും 7 മണിക്കൂർ കഴിഞ്ഞ് വിജയ് എത്തുമ്പോഴേക്കും പല ആളുകളും ക്ഷീണിതരായിരുന്നു. ഭക്ഷണമോ വെള്ളമോ കഴിക്കാത്ത ആളുകൾ തളർന്നു വീണു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. അക്കാര്യമാണ് പോലീസ് എഫ്ഐആറിലും സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളമോ ഇത്രയും വലിയ ആളുകൾ സംഘടിക്കുമ്പോൾ ഉണ്ടാവേണ്ട മെഡിക്കൽ സൗകര്യങ്ങളോ ഒന്നും തന്നെ സംഘാടകർ ഒരുക്കിയിരുന്നില്ല. മാത്രമല്ല, പോലീസ് നൽകിയിരുന്ന കുറേ നിബന്ധനകളും മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതൊന്നും പാലിക്കാൻ TVK സംഘാടകർ തയ്യാറായില്ല. ഇപ്പോൾ TVKയുടെ വളണ്ടിയർമാർ അഥവാ പ്രവർത്തകരൊക്കെ തന്നെ ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ദുർബലമായിട്ടുള്ള ഷെഡുകൾക്ക് മുകളിലും മരങ്ങൾക്ക് മുകളിലും കയറിയിരിക്കുമ്പോൾ അത് തടയാൻ വേണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത് തടയാനും TVKയുടെ സംഘാടകരോ പരിപാടിയുടെ സംഘാടകരോ ഒന്നും തയ്യാറായില്ല. ഈ ഷീറ്റിന് മുകളിലും മരങ്ങൾക്ക് മുകളിലും ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് താഴേക്ക് വീണതാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. അങ്ങനെ ഷെഡിന് താഴെ ഉണ്ടായിരുന്ന നിൽക്കുന്ന ആളുകളുടെ മുകളിലേക്കാണ് ഈ തകർന്നു വീഴുന്ന ഷീറ്റുകളും ആളുകളും ഒക്കെ തന്നെ വീണത്. അത് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചു. ആളുകൾക്ക് വലിയ തിക്കുത്തിരക്കും അനുഭവപ്പെട്ടതോടുകൂടി തന്നെ ബോധക്ഷയവും അതുപോലെ തന്നെ ശ്വാസം മുട്ടലും ഉണ്ടായി. അങ്ങനെ ശ്വാസം എടുക്കാൻ കഴിയാതെ 11ഓളം ആളുകൾ ബോധരഹിതരായി വീഴുകയും അവിടെ വെച്ച് തന്നെ 11ഓളം ആളുകൾ മരിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ TVKയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദ്, അതിനോടൊപ്പം തന്നെ TVKയുടെ സംസ്ഥാന കോർഡിനേറ്റിംഗ് സെക്രട്ടറി നിർമ്മൽ കുമാർ, അതുപോലെ തന്നെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള VP മതിലഴകൻ, ഈ ആളുകൾക്കൊക്കെ തന്നെ നേരിട്ട് താൻ നിർദ്ദേശം നൽകിയെന്നും എന്നിട്ട് പോലും ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിച്ചില്ല എന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അതിനോടൊപ്പം തന്നെ എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഗുരുതരമായ വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് പോലീസിൻ്റെ എഫ്ഐആർ. അതും അതേസമയം തന്നെ അഫിഡവിറ്റിനടക്കം അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അഫിഡവിറ്റിനടക്കം DMK-ക്കെതിരെ, സർക്കാരിനെതിരെ, പോലീസ് സംവിധാനങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സത്യവാങ്മൂലമാണ് ഇന്നിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ TVK സമർപ്പിച്ചിരിക്കുന്നത്. TVKയുടെ തെരഞ്ഞെടുപ്പ് ജനറൽ മാനേജറായിട്ടുള്ള അർജുനാഥ് നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പും ഇന്നൊരു റിപ്പോർട്ട് TV പുറത്തുവിടുകയുണ്ടായി. അതിൽ എണ്ണി പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ദുരന്തത്തിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ചില ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നു. അതിൽ ഏറ്റവും പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നത് സെന്തിൽ ബാലാജിയാണ്. ഈ സെന്തിൽ ബാലാജിയുടെ കോട്ട എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഈ കരൂർ. അപ്പോൾ സെന്തിൽ ബാലാജി അപകടം നടന്ന ഉടനെ ആ സമയത്ത് അവിടെ എത്തിയത് മിനിറ്റുകൾക്കകം മരിച്ച ആളുകളും പരിക്കേറ്റവരും ആശുപത്രികളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സെന്തിൽ ബാലാജി അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. അതിൽ ദുരൂഹതയുണ്ട്. മാത്രമല്ല, പലതവണ വിജയ് നടത്തുന്ന പരിപാടികളൊക്കെ തന്നെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ നടന്ന പരിപാടിയിലും അത്തരം സാഹചര്യമുണ്ടായി.
ഇന്നലെ കരൂരിൽ വിജയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് സെന്തിൽ ബാലാജിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഘട്ടത്തിലാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് യഥാർത്ഥത്തിൽ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നാണ് TV-ക്ക് നൽകിയ ഹർജിയിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കാലിയായ ആംബുലൻസുകളടക്കം പോലീസ് കടത്തിവിട്ടു. അതൊക്കെ തന്നെ പോലീസും അവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തകരും നടത്തിയ ഗൂഢാലോചനയാണ്. ഈ കേസ് ഒരിക്കലും പോലീസ് അന്വേഷിക്കാൻ പാടില്ല. കാരണം ഇതിൽ ഏറ്റവും വലിയ വീഴ്ച വരുത്തിയത് പോലീസ്, അവരാണ് ഈ കേസിലെ പ്രതികൾ. അത്തരത്തിൽ പ്രതികളായിട്ടുള്ള പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും നീതിയുക്തമായ സത്യസന്ധമായ അന്വേഷണം നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പോലീസോ സംസ്ഥാന സർക്കാരിന് കീഴിൽ വരാത്ത ഒരു ഏജൻസി CBI കേസ് അന്വേഷിക്കണമെന്നാണ് സത്യവാങ്മൂലത്തിലൂടെ TV-ക്ക് ഉന്നയിക്കുന്ന ആവശ്യം. അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് TV-ക്ക് അടക്കം വേദി അനുവദിച്ച് നൽകുന്നതിനടക്കം വലിയ തോതിൽ രാഷ്ട്രീയ വിവേചനം പോലീസ് കാണിക്കുന്നുണ്ട്. DMK എവിടെ ആവശ്യപ്പെട്ടാലും പോലീസ് വേദി നൽകുന്നു. അതേസമയം TV-ക്ക് അടക്കമുള്ളവർ വിജയുടെ പരിപാടിക്കൊക്കെ തന്നെ ഒരു തരത്തിലും വലിയ വേദികൾ അനുവദിക്കാതെ ഇടുങ്ങിയ വേദികളാണ്, ഇടുങ്ങിയ സ്ഥലങ്ങളാണ് പോലീസ് അനുവദിച്ചു നൽകുന്നത്. പോലീസ് രാഷ്ട്രീയമായി തന്നെ സംഘടിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് TV-ക്ക് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതുപോലെ FIR-ൽ വിജയുടെ പേരെടുത്തുകൊണ്ട് തന്നെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ തുടർ നടപടികളൊക്കെ എന്താകുമെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.